ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കമ്പനി ബോർഡ് LGSന്റെ ആദ്യത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സിലബസിലെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ. ഈ ടോപ്പിക്കിലെ ആദ്യത്തെ പാർട്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഉറപ്പായും 1-2 മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നതും ഒന്നാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. ഇതിൻ്റെ മറ്റു വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ശിപായി ലഹള എന്ന പേരിൽ അറിയപ്പെട്ടത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവത്തെയാണ്. അതേപോലെ തന്നെ ചപ്പാത്തി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവമാണ്. അതേപോലെ തന്നെ ചെകുത്താന്റെ കാറ്റ് അല്ലെങ്കിൽ ഡെവിൾസ് വിൻഡ് എന്നറിയപ്പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് വിപ്ലവമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1857 വിപ്ലവമാണ്. അപ്പോൾ മക്കളെ പഠിച്ചു വയ്ക്കണം. കാരണം താഴെ പറയുന്ന പ്രസ്താവനയിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ വിശേഷണങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നൊരു ചോദ്യം വന്നാൽ നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോൾ പഠിച്ചോ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെട്ട മറ്റു വിശേഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, 1857 വിപ്ലവം, 2, ശിപായി ലഹള, 3, ചപ്പാത്തി വിപ്ലവം, 4, ചെകുത്താന്റെ കാറ്റ്. ചെകുത്താന്റെ കാറ്റ് അല്ലെങ്കിൽ ഡെവിൾസ് വിൻഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ് ചെകുത്താന്റെ കാറ്റ് അല്ലെങ്കിൽ ഡെവിൾസ് വിൻഡ് എന്ന് വിശേഷിപ്പിച്ചത്. അതേപോലെ നമുക്കറിയാം, ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? 1857 വിപ്ലവത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പതനത്തിന് കാരണമായ വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒന്നാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിപായികൾ എന്ന പേരിലാണ്. നമുക്കറിയാം, അന്ന് ബ്രിട്ടീഷ് സൈന്യം എടുത്തു നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഭൂരിഭാഗം ആളുകളും എന്ന് പറയുന്നത് ഇന്ത്യക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് പ്രൊമോഷൻസ് ഒന്നും കൊടുക്കാതിരുന്നുകൊണ്ട് എന്നും അവർ സിപായി അല്ലെങ്കിൽ ശിപായികളായിട്ടാണ് ആ ഒരു സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശിപായിമാരുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു ലഹളയായതുകൊണ്ടാണ് 1857 വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ പട്ടാളക്കാർ ഭൂരിഭാഗവും ആര് തന്നെയായിരുന്നു? ഇന്ത്യക്കാരായിരുന്നു. അതേപോലെ തന്നെ നിലവിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ നമുക്ക് ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലുള്ള അനുപാതം എത്രയാണെന്ന് ചോദിച്ചാൽ 6:1 വേണമെങ്കിൽ ചോദിക്കാം. നല്ലൊരു ചോദ്യമാണ്. ഒരിക്കൽ പ്രസ്താവന രീതിയിൽ ചോദിച്ചതാണ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു ചോദ്യം വന്നത് ഇതായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രസ്താവന വന്നത് ഇതായിരുന്നു: 1857 വിപ്ലവത്തിന് മുൻപ് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലുള്ള അനുപാതം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 6:1. എന്നാൽ 1857 കലാപത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലുണ്ടായിരുന്ന അനുപാതം ചോദിച്ചു കഴിഞ്ഞാൽ അത് 2:1. അപ്പോൾ 6:1 കലാപത്തിന് മുൻപായിരുന്നു, കലാപത്തിന് ശേഷം 2:1 ആയിരുന്നു എന്നുള്ളത് ഓർക്കുക. 1857 വിപ്ലവത്തിന്റെ ആദ്യ വെടിമുഴങ്ങിയത്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. 1857 വിപ്ലവത്തിന്റെ ആദ്യ വെടിമുഴങ്ങിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബരക്പൂരാണ്. ബരക്പൂർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പശ്ചിമ ബംഗാളാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 1857 വിപ്ലവത്തിന്റെ ആദ്യ വെടിമുഴങ്ങിയത് എവിടെയാണ്? ബരക്പൂരാണ്. അപ്പോൾ 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ് മക്കളെ? അത് മീററ്റ് ഉത്തർപ്രദേശാണ്. മീററ്റ് ഉത്തർപ്രദേശ്. നമുക്കറിയാം 1857 മെയ് 10 മീററ്റിലെ ഉത്തർപ്രദേശിലാണ് എന്ത് ചെയ്തത്? 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. മക്കളെ ശ്രദ്ധിക്കുക, സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് എന്ന് ചോദിച്ചാലാണ് അതിൻ്റെ ഉത്തരം ഏതെന്ന് പറയുന്നത് മീററ്റ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റാണ്. ആർക്കെതിരെ? സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ. ഓക്കെ, അപ്പോൾ സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റ് ഉത്തർപ്രദേശ് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
1857 മെയ് 10 ഓർക്കുക. ആദ്യ വെടി പൊട്ടിച്ചത് അല്ലെങ്കിൽ ആദ്യ വെടി മുഴങ്ങിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബരക്പൂർ ആണ്. ബരക്പൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ബരക്പൂർ പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശിലെ മീററ്റിലാണ്, മീററ്റ് ഉത്തർപ്രദേശ് എന്ത് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ, അപ്പൊ രണ്ടും കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. ചാടിക്കേറി നമ്മൾ എന്ത് ചെയ്യരുത്, മീററ്റിലേക്ക് എത്തിക്കരുത്. അപ്പോൾ ആദ്യ വെടി മുഴങ്ങിയത് ബരക്പൂരും സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതാണ് എവിടെയെന്ന് പറയുന്നത് മീററ്റ് ഉത്തർപ്രദേശ് എന്നുള്ളത് ഓർക്കുക. ഇനി 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ഏത് പ്രദേശത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ 1857 വിപ്ലവം വ്യാപിച്ചത്. ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഉത്തർപ്രദേശാണ്. എല്ലാവർക്കും ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ വ്യാപിച്ച ഇന്ത്യൻ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ 1857 വിപ്ലവം വ്യാപിച്ചത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു ചോദ്യമുണ്ട്. ഉത്തർപ്രദേശിലെ കലാപ കേന്ദ്രങ്ങൾ എത്ര എണ്ണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 7 എണ്ണമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഉത്തർപ്രദേശിലെ എത്ര കലാപ കേന്ദ്രങ്ങളാണ് മക്കളെ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 കലാപ കേന്ദ്രങ്ങളാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു ആ കലാപ കേന്ദ്രങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 7 കലാപ കേന്ദ്രങ്ങളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ എത്ര കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ 7 കലാപ കേന്ദ്രങ്ങളാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ വ്യാപിച്ച ഇന്ത്യൻ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരേന്ത്യയിലാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കലാപകാരികൾ കൊല്ലപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഔധിലാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ അവധിൽ അല്ലെങ്കിൽ ഔധിലാണ് ഏറ്റവും കൂടുതൽ കലാപകാരികൾ കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് 1857 വിപ്ലവത്തിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യം മക്കളെ ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. നിങ്ങൾക്കിത് ഡിഗ്രി ലെവൽ എക്സാംസിന് വരെയും യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഇനി കമ്പനി ബോർഡ് LGSോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനോ ഒക്കെ ഈ ടോപ്പിക് വരുന്നുണ്ട്. ഇത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെട്ടിരുന്ന മറ്റു വിശേഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതൊക്കെയാണ്? 1857 വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. അതേപോലെ തന്നെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചു. അടുത്തത് ചപ്പാത്തി വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. ചെകുത്താന്റെ കാറ്റ്. അപ്പൊ 4 വിശേഷണങ്ങൾ മക്കളെ പഠിച്ചല്ലോ. എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1857 വിപ്ലവം, അതേപോലെ തന്നെ ശിപായി ലഹള, അതേപോലെ തന്നെ എന്താണ് ചപ്പാത്തി വിപ്ലവം, അതേപോലെ തന്നെ ചെകുത്താന്റെ കാറ്റ്. ചെകുത്താന്റെ കാറ്റ് അല്ലെങ്കിൽ ഡെവിൾസ് വിൻഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നമുക്കറിയാം ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവം ചോദിച്ചാൽ അത് 1857 വിപ്ലവമാണ്. 1857 വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിക്കാൻ കാരണം അന്ന് ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ അറിയപ്പെട്ടിരുന്നത് ശിപായികൾ എന്ന പേരിലാണ്. കാരണം ഇവർക്ക് പ്രത്യേകിച്ചൊരു ഹയർ പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിരുന്നില്ല. അത് തുടക്കം മുതൽ ഒടുക്കം വരെയും അവർ ശിപായിമാരായിട്ട് തന്നെ, അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരായിട്ടാണ് അവർ സേവനമനുഷ്ഠിച്ചത്. അതുകൊണ്ട് തന്നെ ശിപായികൾ എന്ന പേരിലാണ് അന്ന് ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ അറിയപ്പെട്ടത്. ഭൂരിഭാഗം പേരും ഈ പറയുന്ന പട്ടാള യൂണിറ്റിലെ ഇന്ത്യക്കാർ തന്നെയായിരുന്നു. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ അതുകൊണ്ട് ഏത് പേരിലാണ് വിളിച്ചത്? ശിപായി ലഹള എന്ന പേരിലാണ് വിളിച്ചത്. മക്കളെ, അന്ന് 1857 വിപ്ലവത്തിന്റെ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരും അതേപോലെ തന്നെ വെള്ളക്കാരും തമ്മിലുള്ള അനുപാതം ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ ശ്രദ്ധിക്കണം പ്രത്യേകം. എന്താണ് 1857 വിപ്ലവത്തിന് മുൻപാണ് 6:1 വിപ്ലവത്തിനു ശേഷം 2:1 എന്നുള്ളത് കൂടി മനസ്സിലാക്കി വയ്ക്കുക. ആദ്യ വെടിമുഴങ്ങിയത് എന്ന് പറയുമ്പോൾ അതെവിടെയാണ്? ബരക്പൂർ ആണ്. ബരക്പൂർ ആദ്യ വെടിമുഴങ്ങിയത് ബരക്പൂർ ആണ്. ബരക്പൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പശ്ചിമ ബംഗാളാന്നുള്ളത് ഓർത്തു വയ്ക്കുക. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. സൈനിക മേധാവികൾക്കെതിരെ
സംഘടിതമായ രീതിയിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതാണ് മീററ്റിലെ ഉത്തർപ്രദേശ്. അപ്പോൾ മീററ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ്. ആ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 1857 മെയ് 10 മീററ്റ് ഉത്തർപ്രദേശ്. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. അടുത്തത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ഉത്തരേന്ത്യയിലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ എത്ര കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട കലാപ കേന്ദ്രങ്ങൾ 7 എണ്ണമാണെന്നുള്ളത് ഓർക്കുക. ഏതൊക്കെയാണ്? മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ പറയുന്നതിൽ ഉത്തർപ്രദേശിലെ കലാപ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? നിലവിൽ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ 7 എണ്ണം അങ്ങ് പഠിച്ചു വെച്ചോ. ഇനി ഏറ്റവും കൂടുതൽ കലാപകാരികൾ കൊല്ലപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഔധില എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകാനുണ്ടായ അടിയന്തര കാരണം എന്തായിരുന്നു? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പഠിക്കേണ്ടത് കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഈ പറയുന്ന 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ. അപ്പോൾ 4 എന്ന് പറയുന്ന നമ്പർ മക്കളെ ഒന്ന് ഓർത്തു വെച്ചോ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ളൊരു നമ്പറാണ് 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 നിയമങ്ങളും അതേപോലെ തന്നെ 4 പ്രധാനപ്പെട്ട കാരണങ്ങളുമാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാരണങ്ങൾ എത്ര എണ്ണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 എണ്ണമാണ്. അതേപോലെ തന്നെ എന്താണ്? 4 പ്രധാനപ്പെട്ട നിയമങ്ങളുമുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ഇനി അതിൻ്റെ അടിയന്തര കാരണം അല്ലെങ്കിൽ മെയിൻ ട്രിഗർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? 1857 ജനുവരി 26 മുതൽ അന്ന് വരെ സൈന്യത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു തോക്ക്. സാധാരണ തോക്ക് ഉപയോഗിച്ചാണ് ഇവരെന്ത് ചെയ്തുകൊണ്ടിരുന്നത്? അന്ന് നിലവിൽ ഈ പറയുന്ന യുദ്ധവും കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ 1857 ജനുവരി 26 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാനായിട്ട് എൻഫീൽഡ് P53 എന്ന് പറയുന്ന പുതിയ തോക്കുകളും തിരകളും നൽകിയതാണ് 1857 വിപ്ലവത്തിലേക്ക് കൊണ്ടുപോയ പെട്ടെന്നുണ്ട കാരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെയിൻ ട്രിഗർ അല്ലെങ്കിൽ അടിയന്തര കാരണം എന്ന് പറയുന്നത് എന്താണ്? P53 എൻഫീൽഡ് തോക്കുകളും അതിൽ ഉപയോഗിക്കേണ്ടി വന്ന തിരകളുമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്തായിരുന്നു 1857 വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം, അടിയന്തര കാരണം, മെയിൻ ട്രിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? P53 എൻഫീൽഡ് റൈഫിൾ എന്ന് പറയുന്ന തോക്കുകളും അതിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുടെ ആവരണത്തിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്നുള്ള വാർത്ത പ്രചരിച്ചതാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ P53 എൻഫീൽഡ് റൈഫിൾ എന്ന് പറയുന്ന തോക്കുണ്ട്, അത് നിറയ്ക്കാനായിട്ടുള്ള തിരകളുണ്ട്. ഈ തിരകളുടെ ആവരണത്തിൽ എന്താണ്? പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരണ്ടു. അന്ന് നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കുവാണെങ്കിൽ ഹിന്ദുക്കൾക്ക് ദൈവമാണ് പശു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് നിക്ഷിപ്തമായിട്ടുള്ള ഒരു മൃഗമാണ് പന്നി എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരും മുസ്ലിം അതേപോലെ തന്നെ അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ശക്തി എന്ന് പറയുന്നത് അവരുടെ ഐക്യമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഒരു തോക്ക് സൈന്യത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ആ ഒരു സമയം തന്നെ പശു എന്ന് പറയുന്നത് ആർക്ക് ദൈവമാണ്? ഹിന്ദുക്കൾക്ക് ദൈവമാണ്. അതേപോലെ പന്നി എന്ന് പറയുന്ന നിക്ഷിപ്തമായിട്ടൊരു മൃഗമാണ് മുസ്ലിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിരകൾ കടിച്ചു മുറിച്ചിട്ട് വേണം അവർക്ക് എന്ത് ചെയ്യാനായിട്ട്? P53 എൻഫീൽഡ് റൈഫിള് ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ലോഡ് ചെയ്യുന്ന സമയത്ത് തിരകൾ കടിച്ചു മുറിക്കുമ്പോൾ അതിൻ്റെ ആവരണത്തിൽ ഈ ഗ്രീസ് ആണുള്ളത്. ആ ഗ്രീസ് ഈ പറയുന്ന 2 മൃഗത്തിൻ്റെയും കൊഴുപ്പ് കൊണ്ടാണ് നിർമ്മിച്ചത്. ഇതാണ് ശരിക്കും എന്തിലേക്ക് കൊണ്ടുപോയത്? ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ശിപായിമാർ ഒരു കലാപത്തിലേക്ക് അവരെ നയിച്ചത് എന്നാണ് പറയുന്നത്. പെട്ടെന്നുണ്ടായ കാരണം അല്ലെങ്കിൽ 1857 വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ മെയിൻ ട്രിഗർ, അടിയന്തര കാരണം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന തോക്കും അതേപോലെ തന്നെ നിറയ്ക്കാനുള്ള തിരകളുമാണെന്നുള്ളത് ഓർക്കുക. ഇനി സൈന്യത്തിൽ നിർബന്ധമായും P53 എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ മക്കളെ 1857
ജനുവരി 26 മുതൽ നിർബന്ധമായിട്ടും ബാക്കി എല്ലാ വെപ്പൺസും അവർ മാറ്റി അതിനുശേഷം P53 എൻഫീൽഡ് റൈഫിൾ എന്ത് ചെയ്യണം, എല്ലാ സൈനികരും ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് 57 ജനുവരി 26 എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി എന്തൊക്കെയായിരുന്നു ബാക്കി ഉള്ള കാരണം എന്ന് പറയുന്നത്? ആക്ച്വലി ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നാളുകളായിട്ട് ഇവർക്ക് കുറേ കാരണങ്ങൾ ഇവിടെ ഉള്ളിലുണ്ട്. അത് പെട്ടെന്ന് ആ ഒരു എന്താണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമാണ് ഈ പറയുന്ന P53 എൻഫീൽഡ് റൈഫിളും അതിലേക്ക് നിറയ്ക്കേണ്ടി വന്ന തിരകൾ എന്ന് പറയുന്നത്. പക്ഷേ അതിക്ക് മുന്നേ തന്നെ ഇവർക്ക് എന്തുണ്ട്, ബ്രിട്ടീഷുകാരോട് കടുത്ത അമർഷം നിലവിൽ അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിലൊന്നാണ് തുച്ഛമായ ശമ്പളം. ഈ പറയുന്ന ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് പോയ ഇന്ത്യൻ സിപ്പോയിസിന് ഒരു കാരണവശാലും നല്ല രീതിയിലുള്ള ഒരു ശമ്പളമോ ശമ്പള വർധനവോ അതേപോലെ തന്നെ പ്രമോഷൻസോ ഇതൊന്നും കൊടുത്തിരുന്നില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും അവരെന്താണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ അടിമകളെ പോലെ തന്നെയാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ വളരെ തുച്ഛമായ ശമ്പളമായിരുന്നു ഈ പറയുന്ന ഇന്ത്യൻ സൈനികർക്ക് ലഭിച്ചിരുന്നത് എന്നുള്ളത് മക്കളെ മനസ്സിലാക്കുക. അപ്പോൾ 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണങ്ങളിൽ ഒന്നാണ് തുച്ഛമായ ശമ്പളം. 2, ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള അവഹേളനം എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരിൽ എന്നും അവരെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, ഭയങ്കരമായി പുച്ഛിച്ചു, അതേപോലെ തന്നെ കളിയാക്കി, അതേപോലെ തന്നെ എന്താണ് അവരെ ചീത്ത വിളിച്ചു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ബ്രിട്ടീഷുകാരിൽ നിന്നും അവർക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള അവഹേളനം, അതേപോലെ തന്നെ കഠിനമായ ശിക്ഷ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ശിക്ഷകളാണ് ഇന്ത്യൻ പട്ടാളക്കാർക്ക് ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നത്. അതും 1857 വിപ്ലവത്തിലേക്ക് വഴിവെച്ച പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് മാറുകയാണ് കഠിനമായ ശിക്ഷ. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, ശിപായികൾക്ക് അന്ന് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത്, അതായത് ഗോതമ്പ് പൊടി കൊണ്ടാണ് എന്നുള്ള ഒരു വാർത്ത വരുന്നത്. അതായത് ശിപായിമാർ ശരിക്കും റൊട്ടിയാണ് കഴിക്കുന്നത്. ഈ റൊട്ടി കഴിക്കാനായിട്ട് നിലവിൽ അവർക്ക് ഈ റൊട്ടി ഉണ്ടാക്കിയത് എല്ലുപൊടി കൊണ്ടുള്ള ഗോതമ്പ് കൊണ്ടാണ് എന്നുള്ള ഒരു വാർത്ത മൊത്തത്തിൽ പരക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നിലവിൽ ഈ പറയുന്ന ഹിന്ദുക്കൾക്ക് നിലവിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സമയം എന്ത് ചെയ്യാണ്, വീണ്ടും അടുത്തൊരു പ്രശ്നം, അതായത് അവരുടെ മനസ്സിലേക്ക് വീണ്ടും ഒരു മുറിവ് രൂപപ്പെടുകയാണ്. അപ്പോൾ 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക. ഒന്ന്, തുച്ഛമായ ശമ്പളം. വളരെ തുച്ഛമായ ശമ്പളമാണ് അവർക്ക് കൊടുത്തിരുന്നത്. അടുത്തത്, ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള അവഹേളനം. കഠിനമായ ശിക്ഷ. ശിപായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത് ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ള ഒരു വാർത്ത അവിടെ പരന്നു. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി 1857 വിപ്ലവം പൊട്ടിപ്പുറയാൻ കാരണമുണ്ടായ പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാരണങ്ങൾ 4 പഠിച്ചു. ഇനി പ്രധാനപ്പെട്ട 4 നിയമങ്ങൾ. ഈ 4 നിയമങ്ങളും എന്തിലേക്ക് വഴിവെച്ചു? 1857 വിപ്ലവത്തിലേക്ക് വഴിവെച്ച പ്രധാനപ്പെട്ട നിയമങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്ന്, ദത്തവകാശ നിരോധന നിയമം. 1848 ദത്തവകാശ നിരോധന നിയമം. ഒത്തിരി തവണ PSC ബേസ് ലെവൽ ചോദ്യമായിട്ടൊക്കെ ഇത് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ പഠിച്ചു വച്ചോ ഇതിൻ്റെ ഡേറ്റ്. ദത്തവകാശ നിരോധന നിയമം 1848. അടുത്തത് റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. ഓക്കെ, അപ്പോൾ റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം 1850. അതും നിലവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം അല്ലെങ്കിൽ മതപരമായ വിവേചന നിയമം. ഓക്കെ, മതപരമായ വിവേചന നിയമം. അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് നിയമം. മക്കളെ ശ്രദ്ധിക്കുക, പോസ്റ്റ് ഓഫീസ് നിയമം 1854. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1856. ഈ 4 നിയമങ്ങളും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ വർഷങ്ങൾ ഉറപ്പായിട്ട് മക്കളെ പഠിച്ചു വയ്ക്കണം. ദത്തവകാശ നിരോധന നിയമം 1848, റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം 1850, പോസ്റ്റ് ഓഫീസ് നിയമം 1854, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1856. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം ദത്തവകാശ നിരോധന നിയമം. നമുക്കറിയാം, അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്?
ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. ഈ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ എന്ത് ചെയ്യണം? ഇത് അവസാനിപ്പിക്കണം. അങ്ങനെയുള്ള ആളുകൾ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ദത്തവകാശ നിരോധന നിയമം 1848. ഈ 4 നിയമങ്ങളും ഇംപ്ലിമെന്റ് ചെയ്ത ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹൌസി പ്രഭുവാന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് ഈ പറയുന്ന 1848 ടു 56. അപ്പോൾ ഈ ഒരു നിയമങ്ങളെല്ലാം ആരാണ് നടപ്പിലാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹൌസി പ്രഭുവാന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ അനന്തരാവകാശികളില്ലാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ അവർക്ക് ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം എന്ന് പറയുന്ന രീതിയാണ് ദത്തവകാശ നിരോധന നിയമം. അതേപോലെ തന്നെ മറ്റൊരു കണ്ടീഷൻ കൂടിയുണ്ട്. നിലവിൽ ഈ പറയുന്ന രാജാക്കന്മാര് അവർക്ക് ആൺകുട്ടികളില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് നിലവിൽ ഈ പറയുന്ന അനന്തരാവകാശിയെ ദത്തെടുത്ത് എടുക്കാനുള്ള ആ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അങ്ങനെയുള്ള എല്ലാ രാജാക്കന്മാരും എന്ത് ചെയ്യണം? ഈ പറയുന്ന അവരുടെ സാമ്രാജ്യം ആർക്ക് കൊടുക്കണം? ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യണം? കൂട്ടിച്ചേർക്കണം. അതാണ് ഈ ഒരു ദത്തവകാശ നിരോധന നിയമം 1848. ഈ ഒരു നിയമം ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആരാണ്? ഡൽഹൌസി പ്രഭുവാണ് 1848 എന്നുള്ളത് മനസ്സിലാക്കുക. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം. മോസ്റ്റ്ലി ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ചോദ്യമാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ്? അത് സത്താറയാന്നുള്ളത് ഓർക്കുക. 1848 സത്താറ കൂട്ടിച്ചേർക്കുന്നത്. ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റു നാട്ടുരാജ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. NCERTയിൽ ഇത് വന്നേക്കണതാണ് ഇങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ വർഷങ്ങളൊന്നും ഓർത്തോ. വേണമെങ്കിൽ ചോദിക്കാം സാമ്പൽപൂര് എന്നാണ് കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1850 സാമ്പൽപൂർ കൂട്ടിച്ചേർത്തത്. ഉദയ്പൂർ ആണെങ്കിലോ 1852 ഉദയ്പൂര്. നാഗ്പൂര് 1853. ജാൻസി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1854. ഓക്കെ, അപ്പോൾ ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട സത്താറ കൂടാത്ത ബാക്കിയുള്ള നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സത്താറ 1848, സാമ്പൽപൂർ 1850, ഉദയ്പൂർ 1852, നാഗ്പൂർ 1853, ജാൻസി 1854. ഏറ്റവും അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ടത് ഔധ എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക? ഓർക്കുക. അല്ലെങ്കിൽ അവധ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ കലാപത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാ? അവധ് അല്ലെങ്കിൽ ഔധാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ അല്ലെങ്കിൽ ഔധിനെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. PYQ മക്കളെ ശ്രദ്ധിക്കുക. പുതിയതായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എഴുതി വച്ചു പഠിച്ചോ, ഒരു നഷ്ടവും വരത്തില്ല. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്. ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചതും ഔധിനെ ആരാണെന്ന് ചോദിച്ചാൽ ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആരാന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടന്റ്. ആരാ പിൻവലിച്ചത്? ക്യാനിങ് പ്രഭുവാണ്. അപ്പൊ ക്യാനിങ് പ്രഭുവാണ് ഇത് നിരോധിച്ചത്. എന്നാണെന്ന് ചോദിച്ചാൽ 1859 ക്യാനിങ് പ്രഭു ഇത് നിരോധിക്കുന്നത്. അപ്പോൾ 1848 ഡൽഹൌസി കൊണ്ടുവന്നു സത്താറ കൂട്ടിച്ചേർത്ത് ആദ്യ നാട്ടുരാജ്യമാക്കി. പിന്നീട് ഇത് എന്നാണ് നിർത്തലാക്കിയതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പിൻവലിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാനിങ് പ്രഭു 1859. ഏറ്റവും അവസാനമായി കൂട്ടിച്ചേർത്തത് ഔധാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ഔധ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ദത്തവകാശ നിരോധന നിയമം അനൗദ്യോഗികമായി ഉപയോഗിച്ച് 1824 ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമാണ് കിട്ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് ഓർപ്പിച്ചു വെച്ചോ, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം അനൗദ്യോഗികമായി ഉപയോഗിച്ച് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് കിട്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് ഭർത്താവിനെയും മകനെയും കിട്ടൂർ ചെന്നമ്മയുടെ കൊന്നുകളഞ്ഞിട്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കിട്ടൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം കൂട്ടിച്ചേർത്തത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അത് ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ് കിട്ടൂർ എന്നുള്ളത് കൂടി ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദത്തവകാശ നിരോധന നിയമത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യം മക്കളെ ഞാൻ ഒന്നുകൂടി പറയാം. അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ
ആൺമക്കളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കുകയും ആ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നിയമമാണ് എന്തെന്ന് പറയുന്നത് ദത്തവകാശ നിരോധന നിയമം. മക്കളത് ഇത്ര മാത്രം ഓർത്താൽ മതി. എന്താണ്? ആൺകുട്ടികളില്ലാത്ത രാജാക്കന്മാര്, അവർക്ക് വേറൊരു ആൺകുട്ടിയെ ദത്തെടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അവരുടെ രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് എന്ത് ചെയ്യുക? കൂട്ടിച്ചേർക്കുക, അവര് രാജ്യം ഉപേക്ഷിക്കുക. ഇത്രയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹൌസിയാണ്. എന്നാന്ന് ചോദിച്ചാൽ 1848. ആദ്യം ഏതാണ് കൂട്ടിച്ചേർത്തത്? സത്താറയാണ് 1848. പിന്നെ ബാക്കിയുള്ള നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പൽപൂര്, ഉദയ്പൂര്, നാഗ്പൂര്, ഝാൻസി, ഔധ്. 5 എണ്ണം ഓർക്കുക. സാമ്പൽപൂര് 50 ഉദയ്പൂർ 52, നാഗ്പൂർ 53, ഝാൻസി 54. ഏറ്റവും കൂടുതൽ കലാപകാരികൾ കൊല്ലപ്പെട്ടത് ഔധിലാണ്. കാരണം ഔധിനെ കുറിച്ച് 2-3 വിശേഷണങ്ങൾ നിലവിൽ ഡൽഹൌസി പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് ഔധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസിയാണ്. ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചതും ഏതിനെ തന്നെയാണ്? ഔധിനെയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭു ആണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1859. ദത്തവകാശ നിരോധന നിയമം അനൗദ്യോഗികമായി ഉപയോഗിച്ച് 1824 ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യം കിട്ടൂരാണ്. അതേപോലെ ഭർത്താവിൻ്റെയും മകൻ്റെയും മരണത്തെ തുടർന്ന് രാജ്യം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് കിട്ടൂർ ചിന്നമ്മയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് അല്ലെങ്കിൽ മതപരമായ വിവേചന നിയമം എന്ന് പറയുന്നത്. മതപരമായ വിവേചന നിയമം. മക്കളെ ശ്രദ്ധിക്കുക. അതായത് ഈ നിയമം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലെക്സ് ലോക്കി ആക്ട്. ഓക്കെ, അപ്പോൾ 1850 ഡൽഹൌസി ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതപരമായ വിവേചന നിയമം. ഈ നിയമം ബ്രിട്ടീഷ് ഭരണകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെക്സ് ലോക്കി ആക്ട്. ലെക്സ് ലോക്കി ആക്ട് എന്നും വിളിച്ചിരുന്ന നിയമമാണ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്. ഈ നിയമത്തിൻ്റെ പ്രധാന വ്യവസ്ഥകൾ ഇങ്ങനെയായിരുന്നു. അതായത് ഒരാൾക്ക് തൻ്റെ മതം മാറിയാൽ അവർക്ക് അവരുടെ പൂർവികരുടെ സ്വത്തിൽ അവകാശം നഷ്ടപ്പെടില്ലെന്ന് ഈ നിയമം ഉറപ്പുവരുത്തി. അതായത് ഇപ്പോൾ എൻ്റെ അച്ഛൻ ഹിന്ദുവാണ്. എൻ്റെ അച്ഛൻ്റെ സ്വത്ത് ഇപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുകയാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ മതമല്ല ഞാൻ പിന്നീട് പിന്തുടർന്നു പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അന്നത്തെ ഇന്ത്യൻ സൊസൈറ്റിയിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വത്തിൽ അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ടിനോടുകൂടി എന്ത് ചെയ്യാം? എനിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. എൻ്റെ അച്ഛൻ്റെ മതം ഇപ്പോൾ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ച് ക്രിസ്ത്യൻ മതവുമായി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ സ്വത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന നിയമമാണ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്, അതർവൈസ് നോൺ ആസ് ലെക്സ് ലോക്കി ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അത് മനസ്സിലാക്കി വയ്ക്കുക. പലർക്കും ഇതറിയില്ല എന്തായിരുന്നു റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സംഭവം ഇതാണ്: ഒരു ഹിന്ദു ക്രിസ്തു മതത്തിലേക്ക് മാറിയാൽ അവർക്ക് അവരുടെ കുടുംബത്തിന്മേലുള്ള അവകാശം ഒരിക്കലും നഷ്ടപ്പെടില്ല. അങ്ങനെ മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി, നിങ്ങൾക്ക് ആ സംഭവം കിട്ടും. എന്താണ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ ഒരു ഹിന്ദു ആണ്, ആ ഹിന്ദു എങ്ങോട്ടേക്ക് മാറി? ക്രിസ്ത്യനിലേക്ക് കൺവേർട്ട് ചെയ്താലും അയാൾക്ക് കുടുംബ സ്വത്തിനുമേലുള്ള അവകാശം നഷ്ടപ്പെടില്ല. പക്ഷെ അന്ന് നിലവിൽ ഈ പറയുന്ന നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് ഇന്ത്യയിലെ നിലവിൽ എന്താണോ നമ്മുടെ പിതാവിൻ്റെ മതം അല്ലെങ്കിൽ നമ്മുടെ ഫാദറിൻ്റെ മതം റിലീജിയൻ ഏതാണോ അതനുസരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വത്തിൽ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു നിയമം വരുമ്പോൾ അവരുടെ ഉദ്ദേശം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടെ ക്രിസ്ത്യാനിറ്റി മതപരിവർത്തനം അതായിരുന്നു ഉദ്ദേശിച്ചത്. അത് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. അത് നമ്മുടെ ആചാരത്തെയും അനുഷ്ഠാനങ്ങളെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ട് നിലവിൽ ചെയ്തത് ബ്രിട്ടീഷുകാർ ഇവർക്കെതിരെ ക്ഷുഭിതരാവാനുള്ള കാരണമെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഇന്ത്യൻ ജനത അങ്ങനെ വിശ്വസിച്ചു. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി ഈ നിയമം കണക്കാക്കപ്പെടുന്നു. ഈ നിയമം
ഇന്ത്യക്കാരുടെ മതപരമായ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ബ്രിട്ടീഷുകാർ ഇടപെടുന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് 1850. അതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലെക്സ് ലോക്കി ആക്ട് എന്ന് പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹിന്ദു ക്രിസ്തു മതത്തിലേക്ക് മാറിയാൽ അവർക്ക് അവരുടെ കുടുംബത്തിന്മേലുള്ള അവകാശം നഷ്ടപ്പെടില്ല എന്ന് പറയുന്ന നിയമമാണ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് 1854 പോസ്റ്റ് ഓഫീസ് നിയമം എന്ന് പറയുന്നത്. 1854 പോസ്റ്റ് ഓഫീസ് നിയമം. ഈ നിയമം കൊണ്ടുവന്നതും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹൌസി പ്രഭുവാണ് ഈ ഒരു നിയമവും നടപ്പിലാക്കിയത്. 1854 ഈ നിയമം നടപ്പിലാക്കുന്നത്. ഈ നിയമം ഇന്ത്യയിലെ തപാൽ സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. പ്രധാന വ്യവസ്ഥകളായിരുന്നു അതിലെ ദേശീയ തപാൽ ശൃംഖല. ഈ നിയമം രാജ്യവ്യാപകമായി ഒരു ഏകീകൃത തപാൽ സംവിധാനം സ്ഥാപിച്ചു. അതുവരെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത നിയമങ്ങളായിരുന്നു നിലനിന്നിരുന്നത്. അപ്പോൾ ദേശീയ തപാൽ ശൃംഖല ഈ ഒരു നിയമം വഴി എന്ത് ചെയ്യാണ്, നിലവിൽ രാജ്യവ്യാപകമായി ഒരു ഏകീകൃത തപാൽ സംവിധാനമാണ് സ്ഥാപിച്ചത്. ഡയറക്ടർ ജനറൽ പദവി, രാജ്യത്തെ മുഴുവൻ പോസ്റ്റ് ഓഫീസുകളെയും നിയന്ത്രിക്കാൻ ഒരു ഡയറക്ടർ ജനറൽ പദവി സൃഷ്ടിക്കപ്പെട്ടു. ഇതോടെ തപാൽ വകുപ്പ് ഒരു കേന്ദ്രീകൃത ഭരണത്തിന് കീഴിലാവുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ നിലവിലെ നമ്മുടെ ശിപായിമാർ ഈ ഒരു നിയമം അവർക്ക് അത്രത്തോളം ഈ ഒരു നിയമം വന്നതുകൊണ്ട് അവരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാനായിട്ട് അവർ ശ്രമിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗജന്യ തപാൽ സേവനം നിർത്തലാക്കി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുവരെ സൗജന്യ തപാൽ സേവനമായിരുന്നു ഇന്ത്യൻ പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ ശിപായിമാർക്ക് ലഭിച്ചിരുന്നത്. ഈ ഒരു നിയമം വന്നതോടുകൂടി തന്നെ ഇന്ത്യൻ ശിപായിമാർക്ക് അല്ലെങ്കിൽ സൈനികർക്ക് ലഭ്യമായിരുന്ന സൗജന്യ തപാൽ സേവനങ്ങൾ ഈ നിയമത്തിലൂടെ നിർത്തലാക്കി. ഇതാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഒരു കാരണമായി കണക്കാക്കപ്പെടുന്ന നിയമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു നിയമമായി മാറേണ്ട കാരണം. അതായത് സൗജന്യ തപാൽ സംവിധാനം നിലവിൽ അന്നുവരെയും ഈ പറയുന്ന ഇന്ത്യൻ സൈനികർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ശിപായിമാർക്ക് സൗജന്യ തപാൽ സംവിധാനമായിരുന്നു കൊടുത്തിരുന്നത്. നമുക്കറിയാം ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ വാട്സപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ IMOയോ അല്ലെങ്കിൽ ഇൻസ്റ്റായോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് നിലവിലില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വീഡിയോ കോള് അങ്ങനെയുള്ള ചാറ്റ് മെസ്സേജസ് ഒന്നും പറ്റത്തില്ല. അന്ന് തപാൽ വഴിയാണ് അതായത് സ്വന്തം വീട്ടിലേക്ക് സൈനികർ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് തപാൽ വഴിയായിരുന്നു. അങ്ങനെ ഈ തപാല് പിന്നീട് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന തപാലിനെല്ലാത്തിനും ഒരേ നിരക്ക്, യൂണിഫോം തപാൽ നിരക്ക് എന്ന് പറയുന്നത് ഈ സമയത്ത് കൊണ്ടുവരികയാണ്, യൂണിഫോം തപാൽ നിരക്ക്. അപ്പോൾ അതുവഴി കത്തുകൾ തൂക്കി നോക്കിയിട്ടാണ് ഇന്ത്യയിലെവിടെയും ആ ഒരു കത്തിൻ്റെ അതായത് സ്റ്റാമ്പിൻ്റെ വില ഈടാക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അറിയാൻ പറ്റും, അതായത് ഈ പറയുന്ന സൈനികർക്ക് ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും. കാരണം അവർ ആകെ ഇവരാരും കാണുന്നില്ല, കത്തുകൾ കൊണ്ടാണ് അവരുടെ ആശയങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ പേജസ് ഉള്ള കത്തുകളായിരിക്കും തപാല് അയക്കാൻ വേണ്ടി സൈനികർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്കത് വൻതോതിലുള്ള ഒരു പൈസ അവിടെ ഈടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കാരണം തുച്ഛമായ ശമ്പളമൊക്കെയാണ് ഇവർക്ക് ലഭിക്കുന്നുള്ളൂ. ആ സമയത്ത് കത്തയക്കാനുള്ള ഓപ്ഷനും അവർക്ക് നഷ്ടപ്പെടുകയാണ്. കാരണം വലിയ തുക തപാൽ വഴി അവർക്ക് അവരിൽ നിന്നും ഈടാക്കുകയാണ്. അപ്പോൾ ഇതും 1857 വിപ്ലവത്തിലേക്ക് വഴിവെച്ച പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നായിട്ട് മാറുകയാണ്. ഓക്കെ, അടുത്തതാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, ഹിന്ദു വിഡോസ് റീമാരേജ് ആക്ട് 1856. 1856 ബ്രിട്ടീഷ് ഇന്ത്യ നടപ്പിലാക്കിയിരുന്ന ഒരു പ്രധാന നിയമമാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഹിന്ദു വിധവകളുടെ പുനർവിവാഹം നിയമപരമായി സാധുവാക്കുക എന്നതായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സമയത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹൌസി പ്രഭുവായിരുന്നു ഇതിൻ്റെ കരട് തയ്യാറാക്കിയത്. എന്നാൽ ഇത് പാസ്സാക്കിയത് കാനിങ് പ്രഭു ആണെന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അക്കാലത്ത് ഹിന്ദു സമൂഹത്തിൽ നിലനിന്നിരുന്ന വിധവകളുടെ പുനർവിവാഹത്തെക്കുറിച്ചുള്ള സാമൂഹിക വിലക്കുകൾ നീക്കുക, അതേപോലെ തന്നെ ഈ പറയുന്ന സതി എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം ഇന്ത്യയിൽ നിന്ന് എന്നേക്കുമായിട്ട് തുടച്ചു നിൽക്കുക. ഇതൊക്കെയായിരുന്നു ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അത്യാവശ്യം
നിലവിൽ വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് ഹിന്ദു വിധവ പുനർവിവാഹ നിയമമാണ്. ഇതുവഴി എന്താണ് ഈ പറയുന്ന ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് എന്താണ് പുനർവിവാഹത്തിനുള്ള ഓപ്ഷൻ നിയമപരമായിട്ട് ലഭിക്കുന്നതായിരുന്നു ഹിന്ദു വിധവ പുനർവിവാഹ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1856. കൂടാതെ ഒന്നാമത്തെ ഹസ്ബൻഡിൽ ഉള്ള മകളോ മകൾക്കോ അവർക്ക് പൂർണ്ണമായിട്ടുള്ള അവരുടെ ചിലവിൻ്റെ തുക നൽകേണ്ടത് ഒന്നാമത്തെ ഭർത്താവിൻ്റെ കുടുംബമാണ് എന്നുള്ള ഒരു കാര്യവും ഈ ഒരു നിയമം വഴി വരികയാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാനായിട്ട് ഇന്ത്യൻ സിപ്പോയിസിനെ എന്താണ് വലിയൊരു പ്രതിഷേധത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണങ്ങളിൽ ഒന്നായ നിയമമായിരുന്നു ഈ പറയുന്ന ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1856. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഹിന്ദു സ്ത്രീകൾക്ക് എന്ത് കിട്ടുകയാണ്, അവർക്ക് നിലവിലെ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അങ്ങനെ അവർക്ക് സെക്കൻഡ് മാരേജ് കഴിക്കാൻ പറ്റും. കുട്ടികളുടെ ഉത്തരവാദിത്തമെല്ലാം ഒന്നാമത്തെ കുടുംബത്തിലെ ആളുകൾ ഏറ്റെടുക്കണം എന്നുള്ളതൊക്കെയായിരുന്നു ഇതിൻ്റെ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അന്നൊന്നും ഈ പറയുന്ന നമുക്കറിയാം ഹിന്ദു വിധവ പുനർവിവാഹമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീ ചിതയിലേക്ക് ചാടി എന്ത് ചെയ്യണം, അവിടെ തീരണം. അങ്ങനെയൊക്കെയുള്ള ഒരു നിയമം, സതി ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയമാണ്. അപ്പോഴും ഈ ഒരു നിയമം വലിയധികം മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നതാണ് എന്നുള്ളതും ഓർക്കുക. അതേപോലെ തന്നെ ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം 1856 ഇപ്പോൾ നിലവിലില്ല. 83 വിധവാ പുനർവിവാഹ നിയമം റദ്ദാക്കൽ നിയമം, വിഡോസ് റീമാരേജ് ആക്ട്, റിപ്പൽ ആക്ട് 1983 അനുസരിച്ച് ഈ നിയമം റദ്ദാക്കപ്പെട്ടു. ഇതിന് കാരണം പിന്നീട് വന്ന ഹിന്ദു വിവാഹ നിയമം, ഹിന്ദു മാരേജ് ആക്ട് 1955 ആണ്. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം എന്നിവയിലൂടെ വിധവകളുടെ പുനർവിവാഹ നിയമം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുകയും കൂടുതൽ സമഗ്രമായ നിയമങ്ങൾ നിലവിൽ വരികയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ 56 നിയമത്തിൻ്റെ പ്രസക്തി കാലക്രമേണ നഷ്ടപ്പെടുകയും ചെയ്തു. ഓക്കെ, ഇനി അത്രയാണ് നമുക്കിതിൻ്റെ അകത്ത് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 4 നിയമങ്ങളും 4 പ്രധാനപ്പെട്ട കാരണങ്ങളും. അപ്പോൾ ആ കാരണങ്ങളും നിയമങ്ങളും ഞാൻ ഒന്നുകൂടി ഓടിച്ചു പറയാം. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പെട്ടെന്നുള്ള കാരണം, അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ മെയിൻ ട്രിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അല്ലെങ്കിൽ അടിയന്തര കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P53 എൻഫീൽഡ് റൈഫിൾ എന്ന് പറയുന്ന തോക്ക് 1857 ജനുവരി 26 മുതൽ ഇന്ത്യൻ സൈനികർ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ഓർഡർ ആയിരുന്നു അവരെ എന്തിലേക്ക് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പെട്ടെന്നുണ്ടായ കാരണത്തിലേക്ക് നയിച്ചതും. എന്തായിരുന്നു കാരണമെന്ന് ചോദിച്ചാൽ ഇതാണ്. അതിൻ്റെ തിരയുടെ ആവരണം എന്ന് പറയുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പായിരുന്നു. പശു ഹിന്ദുക്കൾക്ക് ദൈവമായിരുന്നു, പന്നി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് നിക്ഷിപ്തമായ മൃഗമാണ്. അപ്പോൾ ഇവരിതിനെ വിസമ്മതിച്ചതാണ് എന്തിലേക്ക് വെച്ചത്, ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മറ്റു കാരണങ്ങളെന്ന് ചോദിച്ചാൽ തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള അവഹേളനം, കഠിനമായ ശിക്ഷ, ശിപായിമാർ വിതരണം ചെയ്തിരുന്ന റൊട്ടിയിൽ എല്ലുപൊടി ചേർത്തു, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഗോതമ്പ് പൊടിയിൽ എല്ലുപൊടി ചേർത്തു എന്ന് പറയുന്ന ഒരു വാർത്ത പരന്നതാണ് ഇതിലേക്ക് വഴിവെച്ച മറ്റൊരു കാരണം എന്ന് പറയുന്നത്. NCERT ആണ്, ഒന്ന് ഓർത്തു വെച്ചോ. 4 കാരണങ്ങൾ നമ്മൾ പഠിച്ചു, 4 നിയമങ്ങൾ പറഞ്ഞു. ദത്തവകാശ നിരോധ നിയമം, ആൺകുട്ടികളില്ലെങ്കിൽ ആ സ്വത്ത് ആർക്ക് കൈമാറണം, ബ്രിട്ടീഷുകാർക്ക്. റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്, ഒരു ഹിന്ദു ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിസ്ത്യാനിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്വത്തിന്, അതായത് അച്ഛൻ്റെ സ്വത്തിന് നമുക്ക് എന്തുണ്ട്, അവകാശമുണ്ട്. മതം ഏതായാലും നോ പ്രോബ്ലം, ഏത് മതത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് പോസ്റ്റ് ഓഫീസ് നിയമം, അതായത് കത്തുകൾ അന്ന് വരെയും നിലവിൽ ഇന്ത്യൻ സൈനികർക്ക് ഫ്രീ ആയിട്ടാണ് അയക്കാൻ പറ്റിയിരുന്നത്. അത് മാറി, അത് തൂക്കി നോക്കി അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് പിന്നീട് അയക്കാൻ പറ്റുകയും അതിന് നിലവിൽ എന്ത് ചെയ്യുന്നു, ഒരു തുക ഈടാക്കുകയും ചെയ്തു. ഇതാണ് അതിലേക്ക് അതായത് 1857 വിപ്ലവത്തിലേക്ക് പോയ പോസ്റ്റ് ഓഫീസ് നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അടുത്ത വിധവാ പുനർവിവാഹ നിയമം 1856 ആണ്. അതായത് നിലവിൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം അനുസരിച്ച് രണ്ടാമത് വിവാഹം കഴിക്കാനുള്ള ആ ഒരു നിയമം വഴി അത് നടപ്പിലാക്കുക, അതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ആദ്യ ഭർത്താവിൽ നിന്നും ഉള്ള കുട്ടിയോ, അതായത് കുട്ടിയുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആദ്യത്തെ ഭർത്താവിൻ്റെ ഫാമിലിക്കായിരിക്കും എന്ന് പറയുന്ന ഒരു നിയമം കൂടിയായിരുന്നു ഇത്. അപ്പോൾ അത്രയാണ് അതിൻ്റെ അകത്ത് പറയുന്നുള്ളൂ. ഇതൊക്കെ നിലവിൽ ഈ പറയുന്ന നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായിട്ട് ഇന്ത്യൻ ശിപായിമാരെ വഴിവെച്ച നിയമങ്ങളിലെ പ്രധാനപ്പെട്ടവയായിരുന്നു ഇതെല്ലാം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അതായത്
നിലവിൽ 1857 വിപ്ലവത്തിന്റെ രഹസ്യമുദ്ര എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒത്തിരി ചോദിച്ച ചോദ്യമാണ്. 1857 വിപ്ലവത്തിന്റെ രഹസ്യമുദ്ര എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ ചപ്പാത്തിയും ചുവന്ന താമരയും. അപ്പോൾ ശ്രദ്ധിച്ചു വയ്ക്കുക, ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് 1857 വിപ്ലവത്തിന്റെ രഹസ്യമുദ്ര. എന്തായിരുന്നു 1857 വിപ്ലവത്തിന്റെ യഥാർത്ഥ ശക്തി, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. ചപ്പാത്തി വിപ്ലവം നമ്മൾ പറഞ്ഞു, ഈ വിപ്ലവം അറിയപ്പെട്ടത് ചപ്പാത്തി വിപ്ലവം, ശിപായി ലഹള, അതേപോലെ തന്നെ എന്താണ് ചെകുത്താന്റെ കാറ്റ്, അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതിൽ ഒന്നാണ് ചപ്പാത്തി വിപ്ലവം. അങ്ങനെ അറിയപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ചപ്പാത്തിയിലായിരുന്നു അവര് അടുത്തൊരു കലാപ കേന്ദ്രത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ എഴുതി രാത്രി കൈമാറിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചോ. എങ്ങനെയാണ് ചപ്പാത്തി വിപ്ലവം എന്ന പേര് പറയാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തിയിലായിരുന്നു അവര് ആശയങ്ങൾ രാത്രി കാലങ്ങളിൽ പ്രാദേശിക ഭാഷയിൽ എഴുതി മറ്റു കലാപ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ ഒരു കലാപ കേന്ദ്രം അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നു, അവിടുത്തെ കലാപകാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അതേപോലെ തന്നെ അവിടുത്തെ നിലവിൽ എന്താണ് ഈ പറയുന്ന നേതാവിന് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ, ഇതെല്ലാം ഇപ്പുറത്തെ കലാപ കേന്ദ്രത്തിലെ നേതാവ് അങ്ങോട്ടേക്ക് അയക്കുന്നത് പ്രാദേശിക ഭാഷയിലായിരുന്നു. രാത്രി കാലത്ത് ചപ്പാത്തിയിൽ എഴുതിയാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾ കൈമാറിയിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് യാതൊരു സംശയവും കൂടാതെ തന്നെ ഇവർക്ക് ആശയങ്ങൾ കൈമാറാൻ പറ്റിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ചപ്പാത്തി വിപ്ലവം എന്ന് വിളിച്ചത്. ഇങ്ങനെ ഒരു ആശയം കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു ദാസബാബയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആരാണ്? ഗുരു ദാസബാബ. ഗുരു ദാസബാബയാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. 1857 വിപ്ലവം ആരംഭിക്കുന്നതിന് ശിപായിമാർ സ്വീകരിച്ച മാർഗം എന്താണെന്ന് ചോദിച്ചാൽ വെടിമുഴക്കവും അതേപോലെ തന്നെ ബ്യൂഗിളിന്റെ ശബ്ദവുമാണ്. അപ്പോൾ വെടിമുഴക്കവും ബ്യൂഗിളിന്റെ സൗണ്ടും കൊണ്ടാണ് തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് 1857 വിപ്ലവം വ്യാപിച്ചത്. 1857 വിപ്ലവം വ്യാപിക്കാത്ത പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ചോദിച്ചേക്കുന്നതാണ്. താഴെ പറയുന്നവയിൽ 1857 വിപ്ലവം വ്യാപിച്ചത് താഴെ പറയുന്നവയിൽ എവിടെയാണ്, അല്ലെങ്കിൽ വ്യാപിക്കാത്ത പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ്, ബോംബെ, മദ്രാസ്. പഞ്ചാബ്, ബോംബെ, മദ്രാസ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് നിലവിൽ ഈ പറയുന്ന 1857 വിപ്ലവം വ്യാപിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PBM എന്നോർത്താൽ മതി. PBM, പഞ്ചാബ്, ബോംബെ, മദ്രാസ്. P53 എൻഫീൽഡ് റൈഫിൾ ആണല്ലോ ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ PBM എന്നോർത്താൽ മതി. 1857 വിപ്ലവത്തിന്റെ കലാപകാരികൾക്ക് ഉണ്ടായിരുന്ന മുദ്രാവാക്യമാണ് സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. ശ്രദ്ധിക്കുക, സംഘടിക്കുക, അതേപോലെ തന്നെ ഉണരുക, വിദേശികളെ പുറത്താക്കുക. ഇതായിരുന്നു 1857 വിപ്ലവത്തിൽ കലാപകാരികൾക്കിടയിൽ ഉണ്ടായിരുന്ന മുദ്രാവാക്യമാണ് സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. ഇത് ഹിന്ദി, പേർഷ്യൻ, ഉറുദു ഭാഷകളിലാണ് എഴുതിയിരുന്നത്. വിപ്ലവത്തിൽ കലാപകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഡൽഹിയിലെ ചെങ്കോട്ടയാണ് 1857 മെയ് 12 എന്ത് ചെയ്തത്? ഈ പറയുന്ന വിപ്ലവത്തിൽ കലാപകാരികൾ ആദ്യം പിടിച്ചെടുത്തത് ഡൽഹിയിലെ ചെങ്കോട്ട. 57 മെയ് 12. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ലാസ്റ്റത്തെ ഞാൻ ഒന്നുകൂടി പറയാം. 57 വിപ്ലവത്തിന്റെ രഹസ്യമുദ്ര ശ്രദ്ധിക്കുക. ഏതാണ് രഹസ്യമുദ്ര? ചപ്പാത്തിയും ചുവന്ന താമരയും. എന്തായിരുന്നു വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ സൈന്യത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് ചോദിച്ചാൽ ഹിന്ദു മുസ്ലിം ഐക്യമാണ്. എന്താണ് ഇതിനെ ചപ്പാത്തി വിപ്ലവം എന്ന് വിളിക്കാനുണ്ടായ കാരണം? 1857 വിപ്ലവത്തെ, അതായത് രാത്രികാലങ്ങളിൽ ഇവിടെ നിർദ്ദേശങ്ങൾ തൊട്ടടുത്ത കലാപ കേന്ദ്രങ്ങളിലേക്ക് കൈമാറിയിരുന്നത് പ്രാദേശിക ഭാഷയിൽ ചപ്പാത്തിയിന്മേൽ എഴുതിയാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ചപ്പാത്തി വിപ്ലവം. ബ്രിട്ടീഷുകാർ ഈ പറയുന്ന രഹസ്യങ്ങൾ കൈമാറുമ്പോൾ അവർക്ക് ഒരു സംശയവും കൂടാതിരിക്കാനാണ് ചപ്പാത്തിയിന്മേൽ രഹസ്യങ്ങൾ എഴുതി നിലവിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? തൊട്ടടുത്ത കലാപ കേന്ദ്രങ്ങളിലേക്ക് കൊടുത്തിരുന്നത്. ഈ ആശയം കണ്ടുപിടിച്ച ആരാ? ഗുരുദാസബാബയാണ്. അദ്ദേഹം ആരുടെ ഗുരുവായിരുന്നു? നാനാ സാഹിബിന്റെ ഗുരുവായിരുന്നു ഗുരുദാസബാബ. 57 വിപ്ലവം ആരംഭിക്കുന്നത് ശിപായിമാർ സ്വീകരിച്ച മാർഗമാണ് വെടിമുഴക്കവും ബ്യൂഗിളിന്റെ ശബ്ദവും. 57 വിപ്ലവം വ്യാപിക്കാത്ത പ്രദേശം ചോദിച്ചാൽ പഞ്ചാബ്, ബോംബെ, മദ്രാസ്. 57 വിപ്ലവത്തിൽ കലാപകാരികൾക്കിടയിൽ ഉണ്ടായിരുന്ന മുദ്രാവാക്യമാണ് സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. ഇത് ഏത് ഭാഷയിലാ? ഹിന്ദി, പേർഷ്യൻ, ഉറുദു ഭാഷയിലാണ് എഴുതിയിരുന്നത്. വിപ്ലവത്തിൽ കലാപകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശമാണ് ഡൽഹി, ഡൽഹിയിലെ ചെങ്കോട്ട. 57 മെയ് 12. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതിനുശേഷം ഈ PDF നിങ്ങൾ
ടെലഗ്രാം ചാനൽ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങളൊന്ന് പോയി വായിക്കുക, 1, 2, 3 തവണ. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക, ക്ലാസ് ഒന്നുകൂടി കേൾക്കുക. അതിനുശേഷം വൈകിട്ട് കൃത്യം 9 മണിക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാകും. അതിൻ്റെ അകത്ത് നമ്മൾ മാക്സിമം ഈ ടോപ്പിക്കിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണോ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ലെവൽ എക്സാംസിന് വരെ നിങ്ങൾക്ക് വേണ്ടത്, അത്രയധികം കണ്ടന്റ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം കണ്ടന്റ്, അതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും PDF, എല്ലാത്തിൻ്റെയും റിവിഷൻ, അങ്ങനെ പക്കാ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മളിനി കറണ്ട് അഫെയർസ് ഒക്കെ ആയിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഒന്നുകിൽ നമുക്ക് ക്ലാസ് ഇടാം, അല്ലെങ്കിൽ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ് ഇടാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ കറണ്ട് അഫെയർസ് 20 മാർക്കാണ് മക്കളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 125 ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻസ് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ എല്ലാത്തിൻ്റെയും PDF നിങ്ങൾ വായിക്കുക, പഠിക്കുക, സെറ്റാക്കി വയ്ക്കുക. തീർച്ചയായിട്ടും വരുന്ന എല്ലാ എക്സാമുകളിലും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. അന്ന് നമുക്ക് ഈ പറയുന്ന മംഗൾ പാണ്ഡെ, ഝാൻസി റാണി, നാനാ സാഹിബ്, ബഹദൂർ ഷാ രണ്ടാമൻ, അങ്ങനെയുള്ള ബാക്കിയുള്ള കലാപ കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ നിലവിലെ ഈ 1857 വിപ്ലവത്തിൻ്റെ വിശേഷണങ്ങൾ, പ്രധാനപ്പെട്ട ബുക്കുകൾ ഏതൊക്കെയാണ്, ഈ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച സിനിമകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മക്കളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഒരു തുടക്കക്കാരായ ഉദ്യോഗാർത്ഥി മുതൽ ഇച്ചിരി ബേസ് കൂടി അത്യാവശ്യം നല്ല ലെവലിലുള്ള ആൾക്കാർക്ക് വരെയും ഉപകാരപ്രദമാകുന്ന തരത്തിൽ തന്നെയാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത്. അത്രയധികം കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യകതയില്ല. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. SCERT, NCERT, അതേപോലെ തന്നെ ബാക്കി വരുന്ന റഫറൻസ് ബുക്കുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് കാണുക, വൈകിട്ട് ക്വസ്റ്റ്യൻ ബോർഡിൽ അറ്റൻഡ് ചെയ്യുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമുകൾ ആവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.